ഹലോ, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് എത്ര പേർക്കാണ് ഇഷ്ടമുള്ളത്? ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവില്ലേ? ഇവിടെ മോൾക്ക് ഇഷ്ടമില്ല കേട്ടോ, പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ പുറത്ത് നമ്മൾ പാർക്കിൽ പോയാലും ഇത് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അപ്പം നമ്മൾ വെറുതെ ഒന്ന് പുറത്ത് ഒരാവശ്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഇത് അന്നേരം ഫ്രഷോട് കൂടി കൊണ്ടുവന്ന് ഇറക്കുന്നേ ഉള്ളൂ കേട്ടോ വണ്ടിയിൽ. അന്നേരം ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് അങ്ങനെ കിട്ടുന്നത് എന്താ പറയുക ചുരുക്കമാണ്. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ ചെന്ന് വാങ്ങുമ്പോൾ മൊത്തവും ഉണങ്ങി വല്ലാണ്ടിരിക്കുന്നതായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ആ ചുള പോലും നമുക്ക് ഒത്തിരി വലിപ്പമുള്ളത് കിട്ടില്ല, ചെറുതായിരിക്കും കിട്ടിയ, പിഞ്ചായിരിക്കും കൂടുതലും കിട്ടുക. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. അന്നേരം കൊണ്ടിറക്കി കൊണ്ടിട്ട സമയത്തേ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാരണം അന്നേരം ആ വണ്ടിയിൽ കൊണ്ട് നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം ഞാൻ മേടിച്ചതാണ് കേട്ടോ. കാരണം ഇത് എവിടെ കണ്ടാലും ഞാൻ ഇറങ്ങി വാങ്ങിക്കാറുണ്ട്. പാർക്കിൽ പോയാലും ഇത് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. പക്ഷേ പാർക്കിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അവർ കുറേ മസാലകൾ ഇട്ടിരും. പക്ഷേ എനിക്കത് തീരെ ഇഷ്ടമല്ല കേട്ടോ. കാരണം ഒരു ചവർപ്പാണ് ആ ഒരു മസാലയ്ക്ക്. പിന്നെ മസാല വേണ്ടാതെ വാങ്ങിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ബട്ടറും കുറച്ച് സാൾട്ടും പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഇട്ട് നമ്മളത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷെ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലാണ്ട് മറ്റേ വേറുള്ള ഈ റെഡ് കളറിലൊക്കെ മുളക് പൊടി എന്തൊക്കെ വാരിയിട്ട് മസാല ഇടുന്നുണ്ട്. പക്ഷെ അതെനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം നമുക്കത് കഴിക്കുമ്പം തന്നെ പിന്നീടാകുമ്പോൾ ഭയങ്കര ഒരു വല്ലായികയാണ് ആ ഒരു മസാല കഴിക്കുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ ചോളമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ കണ്ടോ, നല്ല മഞ്ഞ കളറിൽ നല്ല മുട്ട പോലെ ഇരിക്കുന്ന ഒരു ചോളമായിരുന്നു കേട്ടോ. ഇത് നമുക്ക് കിട്ടുന്നത് തന്നെ റെയറാണ് ഇത്രയും വലിപ്പത്തിനൊക്കെ. പിന്നെ അതൊക്കെ വേവിച്ചെടുത്ത സമയത്ത് പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ പുള്ളിക്കാരി ചോറ് കഴിച്ചിട്ട് വന്നേ ഉള്ളൂ, വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഒരെണ്ണം ഞാൻ അടിച്ചേൽപ്പിക്കുന്നത് പോലെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.